പ്രതീക്ഷ മങ്ങിയ ജീവിതങ്ങൾക്ക് കൈത്താങ്ങായി സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും അരുവിക്കര പഞ്ചായത്ത് ബിജുകുമാറിനും കുടുംബത്തിനുമാണ് സേവാഭാരതി തലചായ്ക്കാനൊരിടം എന്ന പദ്ധതിയിലൂടെ വീട് വെച്ച് നൽകിയത്. താക്കോൽദാന കർമ്മം ദേശീയ സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡി വിജയൻ നിർവഹിച്ചു. സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന തലചായ്ക്കാനൊരിടം പദ്ധതിയിലൂടെ വീടില്ലാത്തവർക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്ത് കടമ്പനാട് വാർഡിലെ ബിജുകുമാറിനും കുടുംബത്തിനുമാണ് പുതിയ വീടിന്റെ താക്കോൽ സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈമാറിയത്. ചിറ്റിലപ്പള്ളി സേവാഭാരതി ചേർന്നാണ് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. വീടിന്റെ താക്കോൽദാനം സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡി വിജയൻ നിർവഹിച്ചു. സാമാജിക വിഭാഗത്തിലാണ് തലചായ്ക്കാനൊരിടം എന്ന ഏറ്റവും നൂതനമായ ഒരു പദ്ധതി സേവാഭാരതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. കോവിഡ് കാലഘട്ടത്തിന് മുമ്പായിട്ട് ഈ പദ്ധതി പ്രകാരം സേവാഭാരതി 1000 വീടുകൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഒരു പദ്ധതി ഒന്നാം ഘട്ട പദ്ധതി പ്രവർത്തനം നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു. രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം 2024 രണ്ടാം ഘട്ടത്തിൽ 1000 വീട് വീണ്ടും പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി സേവാഭാരതി ആവിഷ്കരിച്ചു വരുന്നു. ദേശീയ സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എൽ രാജ്മോഹൻ ചടങ്ങിൽ മംഗളപത്ര സമർപ്പണം നടത്തി. നെടുമങ്ങാട് ജില്ലാ സംഘചാലക് ബി രാധാകൃഷ്ണൻ ആശംസാ പ്രസംഗവും ഭാരതാംബയുടെ ഛായാചിത്രവും കൈമാറി. ജനം, തിരുവനന്തപുരം.